എന്നെ പേര് സുമിത. കിരുപാസനത്തിൽ മരിയാവുക്കും യേസപ്പായ്ക്കും കോടാനക്കോടി നന്ദി. എന്നെ സാക്ഷിயாக നിർത്തിയമ്മയ്ക്ക്. எனது தம்பிக்கு மகள் 6 வயசு வரைக்கும் காது கேட்காமலும் வாய் பேசாமலும் காது கேட்காமலும் நிறைய ஆஸ்பத்திரி கொண்டு போய் எந்த ஒரு இதுவும் கிடைக்கவில்லை. இங்கே வந்து கிருபாசனத்தில் வந்து 3 மாதமாக கிருபாசன ராணிக்கு வந்தோம். அதுக்கப்புறம் கிருபாசனத்துக்கு ஒருக்க வந்தோம். அதுக்கப்புறம் ஃபாதரை பார்த்து அவர் ஒரு லாக்கெட்டு கொடுத்து பிள்ளைய ஜோம் பண்ண பிறகு பிள்ளைக்கு நடக்கிறதுக்குள்ள இது கிடச்சி பிள்ளை நடக்க அதுக்கப்புறம் எனக்கு மகளுக்கு இந்த விழாவில் ஒரு கலலை மாதிரி ஒன்று இருந்து அது வந்து ஒரு நாள் தைலம் போட்டு மறுபடி பார்த்தபோது அந்த இது கலலை மாதிரி இருந்தது தெரியலை. 3ஆவது நான் துணி தச்சுட்டு இருக்கும்போது தையல் ஒன்றுமே வராமல் இருந்து நிறைய நாள் மாத கணக்காக சும்மா தான் இருப்பேன். இந்த வந்து கிருபாசனம் கோயிலில் வந்து ஜெபம் பண்ணி நிறைய நாள் கழிஞ்சு எனக்கு தையல் இல்லாமல் இருந்து கிருபாசனம் இந்த பாதக பாய்க்கிறதுக்கு மெலனி என்ற சிஸ்டர் தான் எங்களுக்கு அது உதவி செஞ்சாங்க. அதுக்கப்புறம் தான் பிள்ளை நல்லா நடக்கிறதும் காது நல்லா கேட்காது. கொஞ்சம் இங்கே வந்த போதும் கொஞ்சமாக காது கேட்கறதுக்குள்ள இதுவும் கடவுள் கொடுத்தாரு. மாதாவுக்கும் യേസപ്പായ്ക്കും കൂടാനക്കൂടി നന്ദി. 6 വയസ്സ് വരെ ഇന്നാങ്ങും കൊണ്ടുപോകാത്ത ആസ്പത്രിയില്ല, ഫിസിയോതെറാപ്പി பண்ணாத நாளும் இல்லை. டெய்லி போகாதான் ஒரு வாரத்தில் எப்படிங்களும் ஒரு 2000 3000 5000 அப்படியெல்லாம் ஆகிட்டே தான் இருக்கான். என் தம்பி வேலை செய்ய பைசா அப்படியே போகும். அதுக்கப்புறம் என் அம்மாக்கு இந்த உடம்படிக்கிறது வருஷம் கணக்காக உறக்கம் இல்லாமல் கஷ்டப்பட்டுன்னு தான் இருந்தாங்க. அந்த எண்ணெய் கையில் லாக்கெட்டு கொடுத்து ஜெபம் பண்ண போதான் என் அம்மைக்கு உறக்கத்துக்கு தூக்கத்துக்குள்ள வழி மாதா காட்டி தந்தார். அதுக்கு மாதாவுக்கு கோடி நன்றி. காரியனை பார்த்தீங்கன்னா ஜெபமாலை அன்னைக்கு மாதந்தோறும் இந்த மெலினி சிஸ்டர்கிட்ட எல்லா மாதமும் ஜெபமாலை அன்னைக்கு செல்லுவோம். அதுக்கப்புறம் பத்திரம் எல்லா வீட்லேயும் ஆஸ்பத்திரி அந்த மாதிரியெல்லாம் பத்திரங்களை கொண்டு கொடுப்போம். பாவங்களை எங்களால் முடிஞ்ச உதவிகளை நாங்கள் செஞ்சுட்டு தான் இருக்கோம். மாதந்தோறும் எல்லா வாரமும் கோவிலுக்கு போவோம். அதுக்கப்புறம் ஜெபமாலை எல்லா நாளும் ஜெபமாலைக்கு பங்கெடுப்போம். பாவ சங்கீர்த்தனம் மாதத்தில் ஒரு தடவை பாவ சங்கീർത്തനം ചെയ്യുவோம். എല്ലാവർക്കും മാതാവുക്കും യേസപ്പായ്ക്കും കോടാനക്കോടി നന്ദി. കർത്താവെ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേക്ക് നന്ദി പറയുന്നു. ദേവന്മാരുടെ മുമ്പിൽ ഞാൻ അങ്ങേ പാടി പുകഴ്ത്തും. സങ്കീർത്തനം 138 1-ാം വചനമാണ്. ജീവിതത്തിലെ ഏത് സാഹചര്യമായാലും ദൈവത്തെക്കുറിച്ചുള്ള നന്ദിയും വിശ്വാസവുമാണ് ഹൃദയത്തിൽ നിലനിൽക്കുമ്പോഴാണ് അത് സ്തുതിയായി മാറുന്നത്. ഈ മക്കളുടെ ജീവിതത്തിലും സുമിത പറഞ്ഞതുപോലെ ഈ കുട്ടി ജന്മനാൻ്റെ കുട്ടിയുടെ പേര് ദേൻ എന്നാണ്. ആ കൊച്ച് ജനിച്ചപ്പോൾ തന്നെ നടക്കില്ലായിരുന്നു. 6 വർഷത്തോളവും കിടപ്പിലായിരുന്നു, ഒരിക്കലും നിന്നിട്ടില്ല. അങ്ങനെ ആരോ ഒരു അക്രൈസ്തവ മക്കളാണ് ഇവർക്ക് ഉടമ്പടി തൈലവും തേച്ച് ഉപ്പ് ഇവർക്ക് കൊടുത്തു പ്രാർത്ഥിച്ചു. അപ്പോൾ അവർക്കൊരു കുറച്ച് വിശ്വാസമായി. അങ്ങനെ അവർ കൃപാസനത്തിൽ വരികയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണുകയും പിന്നീട് അച്ഛൻ സൈത്ത് തേച്ച് ഈ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെ ആ കുട്ടി ഇപ്പോൾ നടക്കുവാൻ തുടങ്ങിയെന്നാണ്. അത് ദൈവത്തിൻ്റെ ഒരു വലിയ കൃപയായിട്ടാണ് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നത്. കാരണം ഡോക്ടേഴ്സ് പറഞ്ഞത് ഈ കുട്ടി ഒരിക്കലും നടക്കില്ല, ജീവിതകാലം മുഴുവനും കിടപ്പിലായിരിക്കും, നടക്കാൻ സാധിക്കില്ല എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. പക്ഷെങ്കിൽ ഇന്ന് ഈ കുട്ടി പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയുടെ സന്നിധിയിലാണ് നന്ദി പറയുവാനായിട്ട് വന്നിരിക്കുന്നത്. പിന്നീട് ആ കുട്ടിക്ക് കേൾക്കുവാനും സാധിക്കില്ലായിരുന്നു. പക്ഷെങ്കിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കേൾവിയും ഏകദേശം ഒത്തിരി ഇമ്പ്രൂവായി, ഒത്തിരി മാറ്റം വന്നെന്നാണ്. കാരണം ഈ കുട്ടി ദൈവത്തിൻ്റെ ഒരു വലിയ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് തന്നെയാണ് നമ്മുടെ മുമ്പിലും ആ കുട്ടി ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നത്. അത് ദൈവത്തിനും നമുക്ക് വിചാരിക്കുന്ന അസാധ്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ മെഡിക്കൽ ഫീൽഡ് ഗിവ് അപ്പ് ചെയ്യുന്ന സിറ്റുവേഷൻസ്, അതായത് മെഡിക്കൽ ഫീൽഡിന് ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്ന കാര്യങ്ങളാണ് പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായിട്ട് ഇന്ന് പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കി തരുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ഓരോ കണ്ണുനീരിനും പരിശുദ്ധ അമ്മയാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത്. അമ്മയുടെ മധ്യസ്ഥം വഴി ഈശോയുടെ ഒരു വലിയ കൃപയാണ് ഈ രോഗസൗഖ്യം. ഡോക്ടേഴ്സ് പറഞ്ഞു എത്രമാത്രം പൈസ ചിലവായി, 15 ലക്ഷത്തോളം രൂപ സ്പെൻഡ് ചെയ്തു, ഫിസിയോതെറാപ്പി ചെയ്തു. പക്ഷേങ്കിൽ ഫലമൊന്നും ഉണ്ടായില്ല. 6 വർഷം പല ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി പല ഡോക്ടേഴ്സിനെ കണ്ടു. ഒരു യൂസുമില്ല, ഒരു പ്രയോജനവുമില്ലായിരുന്നു, ഒരു ഫലവുമില്ലായിരുന്നു. പക്ഷെങ്കിൽ ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ കുട്ടി പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായിട്ട്, പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ നമുക്കറിയാം.
ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ത്യാഗപൂർണമായ ആത്മീയ ജീവിതം. അച്ഛൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അച്ഛൻ്റെ രോഗങ്ങളും കഷ്ടതകളും ബുദ്ധിമുട്ടുകളെല്ലാം മറന്ന് നമുക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥന കേൾക്കാതിരിക്കുമോ? അങ്ങനെയാണ് അച്ഛൻ്റെ ആത്മീയ ജീവിതത്തിൽ നിന്നുള്ള ഒരു വലിയ ഒരു പങ്ക്, അതായത് അച്ഛൻ്റെ ഡിപ്പോസിറ്റിൽ നിന്നാണ്, അച്ഛനുള്ള ആസ്തിയിൽ നിന്നാണ് നമുക്ക് ആ അനുഗ്രഹം അച്ഛൻ മേടിച്ചു തരുന്നത്. അതും അച്ഛന് ദൈവം നൽകിയ ഒരു വലിയ കൃപയാണ്. പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ജോസഫ് അച്ഛന് അതിന് സാക്ഷിയായിട്ടാണ്. ആ സാക്ഷി തന്നെയാണ് നമുക്ക് വേണ്ടി ഇന്നും പരിശുദ്ധ അമ്മയോട് യാചിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. ഇവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സ്വന്തം ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും രോഗാവസ്ഥകളും എല്ലാം മറന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ ത്യാഗപൂർണമായ ആത്മീയ ജീവിതം കാണുമ്പോൾ ഈശോയും അമ്മയും നമ്മളെ അനുഗ്രഹിക്കാതിരിക്കുമോ? ആ അനുഗ്രഹത്താലാണ് അച്ഛൻ്റെ പ്രാർത്ഥനയുടെ കൈവപ്പ് ശുശ്രൂഷ 6 വർഷക്കാലം പല ശുശ്രൂഷകൾ ചെയ്താലും പല ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിയെങ്കിലും ഇവർക്ക് ഒരു ഫലവും ഇല്ലാതിരുന്നത്. ഇവിടെ വരുമ്പോൾ എന്താണ് അതിൻ്റെ വ്യത്യാസം? ഉടമ്പടി ജീവിതം. ഉടമ്പടിയിൽ നമ്മളെ വ്യത്യസ്തരാക്കുന്നത് നമ്മുടെ ഉടമ്പടി ജീവിതമാണ്. ഈ ജീവിതത്തിൽ നമുക്ക് അസാധ്യമാകുന്ന സാധ്യമാക്കി തരുന്ന ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന കൃപാസനം അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമ്മുടെ കൂടെ നിൽക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, യാചിക്കുന്നതും. നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് പൂർണ്ണ ഹൃദയത്തോടെ നന്ദി പറയാനും മറ്റുള്ളവരുടെ മുമ്പിൽ അവിടുത്തെ പാടി പുകഴ്ത്തുവാനും നമ്മൾ മറക്കാതിരിക്കാം. എല്ലാ കാര്യത്തിലും നമ്മുടെ ജീവിതത്തിലും എല്ലാ ബുദ്ധിമുട്ടുകളും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. ഉടമ്പടിയിൽ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുവാനും നമ്മുടെ ഭാരമെല്ലാം ദൈവത്തിൽ സമർപ്പിക്കുവാനും പരിശുദ്ധ കൃപാസനം അമ്മയുടെ ഇടപെടലിൽ ദൈവത്തിൻ്റെ കൃപ നമ്മളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സുമിതയ്ക്കും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.